നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, Q&B ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ്. ഡാൻഡ്രഫിന് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ അവർ ഒരുപാട് ഹോം റെമഡീസ്, ഹെയർ പാക്സ് അല്ലെങ്കിൽ പല പ്രൊഡക്ട്സും വാങ്ങി യൂസ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ചിലപ്പോൾ നിങ്ങൾ അത് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് അത് വീണ്ടും വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതിനുള്ള ഒരു മെയിൻ റീസൺ നമ്മുടെ ഹെയറിൻ്റെ അതുപോലെ തന്നെ സ്കാൽപ്പിൻ്റെ ഒക്കെ ഹെൽത്ത് പ്രോപ്പർ അല്ലാത്തത് കൊണ്ടാണ്. പക്ഷെ പല കാരണങ്ങൾ കൊണ്ടും എന്ത് വരാം, ഡാൻഡ്രഫ് വരാൻ, അതായത് പല അസുഖത്തിൻ്റെ ഭാഗമായിട്ട് വരാം. ഇപ്പോൾ തൈറോയ്ഡ് പോലുള്ള അസുഖങ്ങൾ, അല്ലെങ്കിൽ ഡയബറ്റീസ് പോലുള്ള അസുഖങ്ങൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനിലൊക്കെ ഡാൻഡ്രഫ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സ്കിന്നും സ്കാൽപ്പും ഒക്കെ നല്ല ഡ്രൈ ആയിട്ടുള്ള ആളുകളാണെങ്കിലൊക്കെ ഈ ഡാൻഡ്രഫ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഒരാൾക്കെങ്കിലും ഇത് വരാതെ ഇരുന്നിട്ടുണ്ടാവില്ല ഈ ഡാൻഡ്രഫ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റോപ്പ് ചെയ്യുന്ന മെഡിസിൻസ് ഒക്കെ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് വീണ്ടും വരികയാണെങ്കിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും കോസ് കൊണ്ടാണോ എന്ന് ഒന്ന് നോക്കേണ്ടതുണ്ട്. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഹെയർ അല്ലെങ്കിൽ സ്കാൽപ്പ് കെയർ എടുക്കേണ്ടതാണ്. നമുക്കൊരു 1 വീക്ക് നമ്മൾ ആയുർവേദത്തിൽ എന്താണ് ഈ ഹെയറിന് അല്ലെങ്കിൽ സ്കാൽപ്പിന് കൊടുക്കുന്ന ഒരു കെയർ ട്രീറ്റ്മെൻറ്റ് എന്ന് നോക്കാം. അതിൽ ആദ്യം തന്നെ പറയുന്നത് ഹെയറിന് കൊടുക്കുന്ന ഓയിലിംഗ് ആണ്. അതായത് ഓയിൽ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത്. എപ്പോഴും നിങ്ങൾ ഓയിൽ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹെയർ ഫാൾ എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡാൻഡ്രഫ് എത്രത്തോളം ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഡാൻഡ്രഫ് വരുന്ന ആളുകളാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ സൈനസൈറ്റിസിൻ്റെ ബുദ്ധിമുട്ടുണ്ടോ, ഇതൊക്കെ ചിലപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ, അതായത് ഒരു ഓയിൽ സെലക്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയെന്നില്ല. അപ്പോൾ നിങ്ങളൊരു ആയുർവേദ ഡോക്ടറൊക്കെ കണ്ടിട്ട് ഏത് ഓയിലാണ് സെലക്ട് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെയുള്ളൊരു ഓയിൽ സെലക്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാണ് വേണ്ടത്. ഇപ്പം എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഡെയിലി കുളിക്കേണ്ടതുണ്ടോ എന്ന്. അപ്പം ഡെയിലി നിങ്ങളൊരു ജോലിക്കൊക്കെ പോയിട്ട് ഒരുപാട് പൊടിയും ചളിയും ഒക്കെ സ്കാൽപ്പിലൊക്കെ വന്ന് കിടക്കുന്നുണ്ടെങ്കിൽ ഡെയിലി ഒരു ഹെയർ വാഷ് എടുക്കുന്നത് നല്ലതാണ്. പക്ഷെ നിങ്ങളിപ്പോൾ ജോലിക്കൊന്നും പോകുന്നില്ല, വീട്ടിലിരിക്കുന്ന അമ്മമാർ ഒക്കെ ആണെങ്കിൽ ഡെയിലി കുളിക്കേണ്ട ആവശ്യമില്ല. ഒരു ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ മാത്രം ഹെയർ വാഷ് എടുത്താൽ മതി. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഡാൻഡ്രഫ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഓയിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യുന്നതിന് പകരം ജസ്റ്റ് ഒന്ന് അത് ഡബിൾ ബോയിലിംഗ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഡബിൾ ബോയിലിംഗ് എന്ന് പറയുമ്പം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ആ വെള്ളം ചൂടാക്കുക. അതിൻ്റെ മുകളിൽ ഒരു പാത്രത്തിൽ എന്തായിരിക്കണം, നമ്മുടെ ഓയിൽ ചൂടാക്കുന്ന രീതിയിൽ ഡബിൾ ബോയിലിംഗ് ചെയ്യുന്നത് ഈ ഡാൻഡ്രഫ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെ നിങ്ങൾ ഓയിലൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ നീരിറക്കം പോലുള്ള അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു 15-20 മിനിറ്റ് നിങ്ങൾക്ക് ഇത് തലയിൽ ജസ്റ്റ് ഒരു മസാജ് ഒക്കെ കൊടുത്തിട്ട് അപ്ലൈ ചെയ്ത് വെക്കാം. എന്നിട്ട് ജസ്റ്റ് സാധാ ടാപ്പ് വാട്ടറിൽ തല വാഷ് ചെയ്യുക. ഓവർ ചൂടുള്ള വാട്ടറും ആവരുത്, അതുപോലെ തന്നെ നല്ല തണുത്ത വെള്ളത്തിലും തല കഴുകരുത്. ഒരു നോർമൽ ടാപ്പ് വാട്ടറിൽ വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, തല വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇപ്പോൾ ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവിടെ ക്ലോറിനേറ്റഡ് വാട്ടർ ആയിരിക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു ബക്കറ്റിൽ വെള്ളമൊക്കെ പിടിച്ച് വെച്ചിട്ട് ആ ജസ്റ്റ് അടിയിൽ ആ ക്ലോറിനൊക്കെ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്നിട്ട് മുകളിലുള്ള ആ ഒരു വാട്ടർ മാത്രം എന്ത് ചെയ്യാം, തല കഴുകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കാം. ഇതൊക്കെയാണ് മെയിനായിട്ടും ഓയിലിംഗ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. പിന്നെന്ന് പറയുന്നത് വീക്കിലി ഒരു വൺസ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു ഹെയർ പാക്ക് കൊടുക്കുക. നല്ലൊരു ഹെയർ പാക്ക് തലയിൽ ചെയ്യുന്നത് നല്ലതാണ്. ഓയിലിംഗ് ഡെയിലി കുളിക്കുന്ന ആളുകളാണെങ്കിൽ ഡെയിലി ചെയ്യുക, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേയ്സിലാണെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേയ്സ് ചെയ്യുക. ഇല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഇങ്ങനെ ഒരു 15 മിനിറ്റ് വെക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് തലയിൽ തേച്ചിട്ട് നന്നായിട്ട് ഹെയർ വാഷ് ചെയ്തിട്ട് ഉണക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക. മുടി നന്നായിട്ട് ഉണക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു ഓയിൽനെസ് തലയിൽ ഉണ്ടെങ്കിലും വീണ്ടും ഡാൻഡ്രഫ് വരാനും പിന്നീട് സോറിയാസിസ് പോലുള്ള കണ്ടീഷൻസ് ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പം ഹെയർ പാക്കിൻ്റെ കാര്യം നോക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് വീട്ടിലുള്ള ഒരുപാട് കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട്, അതായത് തൈര് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ജസ്റ്റ് തൈര് മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഡാൻഡ്രഫ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് തൈരും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും അതിലോട്ട് കുറച്ച് ലെമൺ ജ്യൂസൊക്കെ മിക്സ് ചെയ്ത് തലയിൽ ഒരു ഹെയർ പാക്ക് ആക്കിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ജസ്റ്റ് നിങ്ങൾക്ക് ആയുർവേദ കടകളിൽ നിന്നൊക്കെ നീലാമരി കിട്ടും. അത് ജസ്റ്റ് എന്ത് ചെയ്യാം, വെള്ളത്തിലൊക്കെ മിക്സ് ചെയ്തിട്ട് ഒരു പാക്ക് ആക്കി വെക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നെല്ലിക്ക പൊടിയും ഹെന്നയും കൂടി മിക്സ് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ ത്രിഫല പൗഡർ, ആയുർവേദ കടകളിലൊക്കെ ത്രിഫല പൗഡർ കിട്ടും. അതും ജസ്റ്റ് വെള്ളത്തിലൊക്കെ മിക്സ് ചെയ്ത് അല്ലെങ്കിൽ തൈരിൽ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്കാൽപ്പിൽ ഒരു ഹെയർ പാക്ക് പോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടാപ്പ് വാട്ടറിൽ കഴുകി കളയാം. ഇങ്ങനെ നിങ്ങൾ ഹെയർ പാക്ക് ഇടുന്ന ദിവസങ്ങളിൽ ഓവറായിട്ട് ഓയിൽ മസാജ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എന്ത് ചെയ്യാം, ഓയിൽ ജസ്റ്റ് ഒന്ന് ഒരു സൂപ്പർഫിഷ്യലി അപ്ലൈ ചെയ്തിട്ട് ഈ ഹെയർ പാക്ക് ഇട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഓവറായിട്ട് തലയിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്ന സമയത്ത് നീരിറക്കം പോലെയുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്.
അതുപോലെ തന്നെ നമ്മുടെ ഹെയർ കെയറിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, നിങ്ങൾ യൂസ് ചെയ്യുന്ന ടവൽ, ഇപ്പോൾ തലയൊക്കെ തോർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ടവൽ എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ക്ലോത്ത് കൊണ്ടുള്ള മെറ്റീരിയൽ ആയിരിക്കണം. അതുപോലെ തന്നെ നല്ല പ്രഷറൊന്നും ചെയ്ത് തലയൊന്നും തോർത്തേണ്ട ആവശ്യമില്ല. വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ തല തോർത്ത്, അതുപോലെ തന്നെ അത് കെട്ടിയിടുന്നത്, ഒരുപാട് സമയം തലയിൽ ഇതിങ്ങനെ കെട്ടിയിട്ട് നടക്കുമ്പോൾ ആ ഒരു ഈർപ്പം അവിടെ കെട്ടിക്കിടന്നിട്ടും എന്ത് വരാം, താരം പോലുള്ള കണ്ടീഷൻസ് ഒക്കെ വരാം. അതിൻ്റെ ഭാഗമായിട്ട് മുടി കൊഴിച്ചിലൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ പില്ലോ കവർ എപ്പോഴും വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ ജസ്റ്റ് ഈ ഓയിലൊക്കെ തേച്ചിട്ട് എപ്പോഴും ഒരു ഹെർബൽ ഷാംപൂസ് ഉപയോഗിച്ചിട്ട് അത് കഴുകി കളയാൻ വേണ്ടിയിട്ട് നോക്കുക. അധികം പതയാത്ത, അതായത് അധികം കെമിക്കൽസ് ഇല്ലാത്ത വളരെ മൈൽഡ് ആയിട്ടുള്ളൊരു ഹെർബൽ ഷാമ്പു നിങ്ങൾ ഇതിന് യൂസ് ചെയ്യുന്നത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പില്ലോ കവർ ഒരു 2 ദിവസം കൂടുമ്പോൾ ഒക്കെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഹെൽമെറ്റ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഹെൽമെറ്റിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, വീക്കിലി ഒരു 1 or 2 times ഒന്ന് ജസ്റ്റ് ഡ്രൈ ആക്കാനൊക്കെ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഹെർബൽ ഷാമ്പു നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഹെർബൽ ഷാമ്പൂവിൻ്റെ കേസൊക്കെ നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ട് ആളുകൾ യൂസ് ചെയ്യുന്ന ബ്രാൻഡ് എന്നൊക്കെ പറയുന്നത്, ആയുർവേദ ബ്രാൻഡ് എന്ന് പറയുന്നത് സ്കർഫോൾ ഷാമ്പൂസൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതെന്ന് പറയുന്നത് ജസ്റ്റ് നന്നായിട്ട് കുറച്ച് വെള്ളത്തിൽ പതപ്പിച്ചിട്ട്, ഡയറക്റ്റ് തലയിൽ അപ്ലൈ ചെയ്യേണ്ട, വെള്ളത്തിൽ പതപ്പിച്ചിട്ട് തല നന്നായിട്ട് വാഷ് ചെയ്ത് ആ ഓയിലും കാര്യങ്ങളും അല്ലെങ്കിൽ പാക്കും കാര്യങ്ങളൊക്കെ കഴുകി കളയുക. അല്ലെങ്കിൽ ഡാൻഡക്സ് എന്ന് പറഞ്ഞ ഷാമ്പൂ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതൊക്കെ ജസ്റ്റ് നിങ്ങൾ ഓൺലൈനിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ അകത്ത് ഈ ദുർദുരപത്രാദി തൈലത്തിൻ്റെ ഒക്കെ എന്തുണ്ട്, ഒരുപാട് കണ്ടന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് താരനൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് KP നമ്പൂതിരീസിൻ്റെ ഷാമ്പൂ. അതെന്ന് പറയുന്നത് മൈൽഡ് ആയിട്ടുള്ള ഷാമ്പൂ ആണ്. വേറെ പ്രശ്നങ്ങളൊന്നും സ്കാൽപ്പിന് ഉണ്ടാക്കുന്നില്ല. അത് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അതുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ട്രിച്ചപ്പ് ഷാമ്പൂ. ട്രിച്ചപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു ഹാർഡായിട്ടുള്ള ഷാമ്പൂ ആണ്. അതുകൊണ്ട് അത് എല്ലാ ദിവസങ്ങളും യൂസ് ചെയ്യേണ്ട. അതുപോലെ തന്നെ നന്നായിട്ട് വെള്ളത്തിൽ മിക്സ് ആക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക. കാര്യങ്ങളൊക്കെയാണ് ഷാമ്പൂവിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. അതുപോലെ തന്നെ ജസ്റ്റ് ഹെയർ കെയർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ജസ്റ്റ് എക്സ്റ്റേണൽ മാത്രമുള്ളതല്ല. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇന്റേണലി എന്തെടുക്കണം, ഭക്ഷണത്തിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് നമ്മുടെ മുടിയുടെ ആ ഒരു വളർച്ച കുറച്ച് അധികം കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ എള്ള് മാക്സിമം നിങ്ങൾ ഡെയിലി ഭക്ഷണത്തിലൊക്കെ എള്ള് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ ബദാം, കറുത്ത മുന്തിരി, അതുപോലെ തന്നെ നിങ്ങൾക്ക് കറിവേപ്പിലൊക്കെ ദിവസവും ഒരു തണ്ട് കറിവേപ്പിലയോളം നിങ്ങൾ കഴിക്കുന്നത് നിങ്ങൾക്ക് ഈ ഹെയർ ഗ്രോത്ത് ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ടോ ഒക്കെ സഹായിക്കും. ഡാൻഡ്രഫ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഫ്രൂട്ട്സിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ വൈറ്റമിൻ സി ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുക. അതുപോലെ തന്നെ അനാർ നന്നായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നന്നായിട്ട് വെള്ളം കുടിക്കുക. ഒരു 2 മുതൽ 3 ലിറ്ററോളം വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രദ്ധിക്കാം. മെയിനായിട്ടും ഹെയർ കെയറിൽ ഭക്ഷണം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇതിൻ്റെ കൂടെ തന്നെ നല്ലൊരു ഹെയർ കെയർ, അതായത് ഒരു 1 വീക്ക് ഹെയർ കെയർ നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏത് ഓയിലാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക. നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. നന്ദി.